JB ജംഗ്ഷനിലെ ഇന്നത്തെ അതിഥി സവിശേഷമായ ഒരു വ്യക്തിത്വമാണ്. കേരള രാഷ്ട്രീയത്തിലെ സാമൂഹ്യധാരയിലെ വിവാദങ്ങളുടെ തോഴൻ മറ്റാരുമല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. വെള്ളാപ്പള്ളി ചേട്ടാ, നമ്മൾ കുറച്ച് കാലമായി എന്നിങ്ങനെ ഇരുന്നിട്ട് എന്നെ ഒരു ഇരയാക്കരുത്. നിങ്ങൾ ഈ ഭയങ്കര സാധനമാണ്, കിട്ടുന്നവനെല്ലാം ശരിയാക്കി വിടാറുള്ളത്. വെറുതെ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ വരാനായിട്ട് തന്നെ എനിക്ക് മടിയാണ്. അതുകൊണ്ട് കഴിയുന്നത്ര വരാതിരിക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ സമ്മതിക്കാതെ തന്നെ. പക്ഷെ നമ്മൾ തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് അതങ്ങനെ അവഗണിക്കാൻ, സ്നേഹത്തിൻ്റെ സമവാക്യം കൊണ്ടാണ് പിന്നെയെങ്കിലും ഞാൻ വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ ഇരിക്കുന്ന ആളായിരുന്നറിയോ, വലിയൊരു മുതലാ. എന്തിൻ്റെ ആരുടെ മുതലെന്ന് മാത്രമല്ല, ഒരു കടുവയും കൂടിയാണ്. എത്ര പേരെ ഇങ്ങനെ 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 കട്ടിച്ച് പരികരിക്കും. ചില ആൾക്കാരെ കട്ടിച്ചിങ്ങനെ കൊതറും. എല്ലാവരും എന്നെ മറിച്ചല്ല ചെയ്തിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ എന്നെ മാന്താത്ത ആരുണ്ട്? ശരി, അങ്ങനെയാണ് ഒരു പാവം കടുവ. അതാണ് അങ്ങനെ പറയുന്നത്. ഞാൻ പലരോടും പറഞ്ഞു, വെള്ളാപ്പള്ളി ചേട്ടനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളൊരു ചേട്ടനാണ്, ശ്രീ വെള്ളാപ്പള്ളി നടേശനെ അഭിമുഖം ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം, വെള്ളാപ്പള്ളി എന്താ ഇങ്ങനെ ഒറ്റ ഒരുത്തിനെ മര്യാദയ്ക്ക് വഴി നടക്കാൻ സമ്മതിക്കില്ല. ചില സ്ഥലത്ത് ചില അൽസേഷൻ ഉണ്ടെങ്കിൽ ആ ഗ്രാമത്തെ മുഴുവൻ അൽസേഷൻ വിറപ്പിക്കും. അപ്പോൾ കേരളത്തിലൊരു അൽസേഷനാണ് ഈ ഇരിക്കുന്ന ആൾ. ചിലപ്പോൾ ഒരു കടി, ചിലപ്പോൾ ഒരു കൊര, ഇതാണ് പരിപാടി. കാരണം ആ പട്ടികയുടെ അങ്ങനെ ചെയ്യാൻ കാര്യം എന്നറിയാവാം. ഏമാനോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. അവൻ്റെ കർമ്മം ആത്മാർത്ഥമായിട്ട് അവൻ ചെയ്യുന്നു. അതായത് രാജ്യത്തോടുള്ള സ്നേഹം. അവൻ്റെ ഏമാൻ രാജ്യമാണ്. ആ രാജ്യത്തോട് സ്നേഹമുള്ളതുകൊണ്ട് അവൻ്റെ ശത്രുക്കൾ വരുമ്പോൾ കുറയ്ക്കേണ്ടവൻ്റെ മുമ്പിൽ കുറയ്ക്കും, കടിക്കേണ്ടവൻ്റെ കടിക്കും, മാന്തേണ്ടവൻ്റെ മാന്തും. അപ്പം സംബന്ധിച്ചല്ലോ ഞാൻ പറഞ്ഞത്. അതല്ല ഞാൻ വേറെ. അപ്പം കേരളം എന്നുള്ള നാടിൻ്റെ അൽസേഷ്യൻ നായാണ് ഈ ഇരിക്കുന്നത്. ഒരു കാവൽ പട്ടിയായിട്ട് എന്നെ കൂട്ടിക്കോ. പോട്ടെ, നമ്മൾ കുറച്ച് പരിഷ്കൃതമായ വാക്ക് വെക്കാം. അൽസേഷ്യൻ നായ ഇതാ ഒരാൾ ഇത് തന്നെ പറയുന്നു വേറൊരു പരിഷ്കൃതമായ ഭാഷയിൽ. നമുക്ക് നോക്കാൻ വേണമെങ്കിൽ. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി അവர்களോട് വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ ബഹുമാനമുള്ള വ്യക്തിയാണ് അങ്ങ്. അങ്ങയുടെ ഒരു പ്രകൃതി, എന്ത് കാര്യവും മനസ്സ് തോന്നിയ കാര്യം വെട്ടി തുറന്ന് പറയുന്ന ആ ഒരു ചങ്കൂറ്റം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഇതിനുള്ള അങ്ങയുടെ പ്രചോദനം എന്താണ്? ലീഗിൻ്റെ മായിൻ ഹാജിയാണിത്. അതെ, ഒരുപാട് കടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഓടിച്ചിട്ട് കടിച്ചിട്ടുണ്ട് അവിടെ. ആരാ? ലീഗിനിട്ടേ. അത് തന്നെ നല്ല ആളുകളുണ്ട് ലീഗിൽ തന്നെ. ഈ കുഞ്ഞാലി കുട്ടികൾക്കുള്ള ആളുകൾ എനിക്ക് വലിയ ബഹുമാനമാണ്. അപ്പോൾ ബഹുമാനമില്ലാത്ത ആരൊക്കെ? അല്ല, അതുപോലെ എല്ലാവർക്കും ബഹുമാനം കൊടുക്കാവുന്ന ആളുകൾ അതിനകത്തുണ്ടെന്ന് എനിക്ക് വിചാരമില്ല. അതുകൊണ്ട് ലീഗിൽ എത്രയോ നല്ല ആളുകളുണ്ട്. അതുകൊണ്ട് ലീഗുകാരെല്ലാം നല്ലതാണെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ കടി കൊടുക്കുന്ന ആർക്കാ? കടി കൊടുക്കണത് തിരിച്ച് ഈ ഒരു നന്മ പറയാത്തവർ, നന്മ പ്രവർത്തിക്കാത്തവർ രാഷ്ട്രീയമുഖം നോക്കാതെ നമ്മളതിനെ പ്രതികരിക്കും. കടിക്കല്ല, പ്രതികരിക്കും. ആ പ്രതികരിക്കുക നിങ്ങളുടെ ഭാഷയിൽ കടിയെന്ന് പറയാം, ചിലർക്ക് വിമർശനമെന്ന് പറയാം. അദ്ദേഹം പറഞ്ഞില്ലേ, എന്താണ് ഞാൻ തുറന്നു പറയുന്നത്? രാഷ്ട്രീയക്കാർക്ക് പറയാൻ പാടില്ലാത്ത പലതും എനിക്ക് പറയാൻ സാധിക്കും. കാരണം എനിക്ക് പാർലമെൻ്ററി മോഹമില്ല. മറ്റു പലർക്കും പറയുമ്പോൾ അവർക്ക് മറ്റേ സമുദായക്കാരെ എതിർത്താലോ, അല്ല ഈ രാഷ്ട്രീയക്കാരൻ വിദ്വേഷം തോന്നിയാലോ, അവൻ്റെ വോട്ട് കിട്ടാതെ പോയാലോ എന്ന ഒരുപാട് സ്വകാര്യ താല്പര്യങ്ങൾ ഉള്ളിലുള്ളപ്പോൾ അഭിപ്രായങ്ങൾ തുറന്ന് സത്യമായി പറയാൻ പല ആളുകൾക്കും, വ്യക്തികൾക്കായാലും രാഷ്ട്രീയ നേതാക്കന്മാർക്കായാലും സാധിക്കാതെ വരും. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ളത് എനിക്ക് പാർലമെൻ്ററി മോഹമില്ല. ഈ മോഹമില്ലെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം, MLA-മാരെ ഉണ്ടാക്കണം, MP-മാരെ ഉണ്ടാക്കണം, അതുപോലെ രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കണം, നേതാക്കന്മാരെ വരച്ചവരോട് നടത്തണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹം നന്നായിട്ട് വെള്ളാപ്പള്ളിക്കുണ്ട്. അതൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഞാനായിട്ട് ഉണ്ടാക്കുകയില്ല, ഉറപ്പാണ്. പക്ഷേ ഈ രാജ്യത്ത് സാമൂഹ്യ നീതി എന്ന ഇത് നടപ്പാകണം. അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, അത് പറയുക എന്നുള്ളത് ഒരു സാമാന്യമായ നീതി നിഷേധിക്കപ്പെട്ട വിഭാഗത്തിൻ്റെ ആവശ്യങ്ങളും അവശതകളും പറയാൻ ബാധ്യസ്ഥനാണ് ഞാൻ. SNDPക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ആഗ്രഹമില്ലേ? ഇല്ല. ഇല്ല.
പലപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടല്ലോ. അല്ല, രാഷ്ട്രീയ ശക്തിയാകാനാണ്. രാഷ്ട്രീയ ശക്തിയാകുക എന്ന് പറഞ്ഞാൽ ഈ ഈ വികാര വിചാരങ്ങൾ ഈ അടിച്ചമർത്തപ്പെട്ട വലിയൊരു വിഭാഗം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ വിഭാഗങ്ങളുടെ ആവശ്യവും ആവശ്യകതയും പറയണ്ടേ. അതിനൊരു രാഷ്ട്രീയ ശക്തിയാകാതെ ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഒന്ന്, നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുക. രണ്ട്, തൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ആൾക്കാരെ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് സ്ഥാനാർത്ഥികളാക്കി അവരെ വിജയിപ്പിക്കുക. അവരെ മർമ്മസ്ഥാനങ്ങളിലും തന്ത്രപ്രധാനമായ താക്കോൽ, അതാണ് ഇപ്പോഴത്തെ പുതിയ വാക്ക്, താക്കോൽ സ്ഥാനം. അങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നില്ല കുറച്ചു കാലം ഇവിടെ. ഒരാളെ താക്കോൽ സ്ഥാനത്തിരുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാക്ക്. അങ്ങനെ ഈ താക്കോൽ സ്ഥാനത്തിരുത്തുക. അങ്ങനെ ഈ പറഞ്ഞ ഭരണത്തിൻ്റെ കടിഞ്ഞാണ് ഇങ്ങനെ കൈ പിടിക്കുക, എന്നിട്ട് കുതിരപ്പുറത്ത് കയറി ഇങ്ങനെയൊക്കെ പോവുക. ഇതാണ് ഈ രൂപം. അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ 10-77 വയസ്സായി എനിക്ക് കടിഞ്ഞാണ് പിടിക്കണമെന്ന് എന്താ? എത്ര? 77? 77ലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 77 ആണെങ്കിൽ ഒരു 37-ൻ്റെ ഒരു 37 27-ൻ്റെ ഒരു ഊർജ്ജമല്ലേ? അത് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും. പക്ഷെ സത്യം അതല്ലല്ലോ. ഊർജ്ജം ഇല്ലേ? നന്നായിട്ട് ഊർജ്ജത്തിന് വലിയ കുറവൊന്നുമില്ല. അത് കാരണം എന്താ അറിയാമോ? ഈ ജനങ്ങളെ എനിക്ക് ഒരുപാട് സ്നേഹം തരുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് ഊർജ്ജം ഇങ്ങനെ ആവാഹിക്കുകയാണ്. അവർ തരുന്നതാണ്, അത് ചുമ്മാ കിട്ടുന്നതല്ല. ഇതുപോലെ തന്നെ ആവാഹിക്കുന്നു പറഞ്ഞ ഒരാളിവിടെ ഉണ്ട്. അതാരാണ്? ഇതാ വരുന്നു അദ്ദേഹം, ഇതാ വരുന്നു. നടേശ ചേട്ടാ, എല്ലാവരും പറഞ്ഞത് നമ്മുടെ സ്വഭാവം വളരെ യോജിപ്പുള്ളതാണെന്നാണ്. അതിന് കാരണം എനിക്കറിയില്ല. ചേട്ടൻ എന്തെങ്കിലും തോന്നി പറയാം. നിങ്ങളുടെ സ്വഭാവം തമ്മിൽ എന്തോ യോജിപ്പുണ്ടെന്ന് മൂപ്പർ പറയുന്നു. അല്ല, ചില കാര്യങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള യോജിപ്പുണ്ട്. എല്ലാ കാര്യവും പറയാനൊക്കത്തില്ല. ചില കാര്യങ്ങൾ നല്ല വിയോജിപ്പുണ്ട്. ഉണ്ട്. ഏത് കാര്യത്തിലാണ് വിയോജിപ്പ്? കാരണം പുള്ളി അവസരത്തിലും അനവസരത്തിലും ഒരുപാട് വിമർശനങ്ങൾ ആ ഘടകകക്ഷിയിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ല ഇനിയിപ്പോൾ പുള്ളിക്ക് വായ്പൂട്ടിട്ടിരിക്കുകയല്ലേ. ഇപ്പോൾ കേരള കോൺഗ്രസ് തന്നെ പുള്ളിക്ക് വായ്പൂട്ടിടേണ്ടി വന്നത് എന്താണ്? ആ അവസരത്തിലും അനവസരത്തിലും പ്രതിഷേധങ്ങളും. ചേട്ടൻ പറഞ്ഞു വരുന്നത് PC ജോർജ് ഇപ്പോഴിൽ അവകാശപ്പെടുന്നത് നമുക്കിടയിൽ ഒരുപാട് സമാനതകളുണ്ട് എന്ന് പറയുമ്പോൾ പോലും PC ജോർജിൻ്റെ സ്വഭാവത്തിൽ നിന്ന് എൻ്റെ സ്വഭാവം തുലവും വ്യത്യസ്തമാണ് എന്നല്ലേ താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിക്കും? അല്ല, സ്ഥാപിക്കാനല്ല, ചില കാര്യങ്ങളിൽ. കാരണം ഞാനിരിക്കുന്ന സ്ഥലം ഞാൻ മനസ്സിലാക്കി ഞാൻ അഭിപ്രായം പറയണം. അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഭരണകക്ഷിയിലൊരു ഘടകകക്ഷിയായി നിൽക്കുമ്പോൾ, അവിടെ ഇരുന്ന് പറയുമ്പോൾ ചില പരിമിതികളുണ്ട്. എനിക്കൊരു പരിമിതിയില്ല. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരൻ്റെ അടിമയല്ല. അതുകൊണ്ട് എനിക്ക് ആരെപ്പറ്റിയും എനിക്ക് തോന്നിയത് പറയാം. അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അല്ല, ഈ ജോർജിന് PC-ക്ക് ഇപ്പോൾ പൂട്ടിട്ടിരിക്കുകയാണോ? അതല്ല, ഇപ്പോൾ പുള്ളി അദ്ദേഹത്തിന് ചില പൂട്ടൊക്കെ ഇട്ടല്ലേ ഇപ്പോൾ എനിക്ക് നമ്മൾ വാർത്തകൾ നമ്മൾ കേൾക്കുന്നില്ലേ? പക്ഷേ ആ പൂട്ട് പൊളിക്കുമോ മൂപ്പർ? എന്നാലും ആൾ സമർത്ഥനാണ്. പൂട്ട് പൊളിക്കാനുള്ള കഴിവൊക്കെ ഉള്ള ആളാണ്. പിന്നെ ഒരു ജനകീയനാണ്. പക്ഷേ ഇതൊക്കെ പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെടുന്നു എങ്കിൽ തന്നെയും ജനങ്ങളിൽ ഒറ്റപ്പെടുത്തുവാൻ സാധിക്കാത്ത. ഇപ്പോട്ടിരിക്കുന്ന പൂട്ട് പൊളിച്ചാൽ ചിലപ്പോൾ പുള്ളി പുറത്താവുമോ? അത് പുറത്തായാലും പുള്ളി മറ്റൊരു അംഗത്തിന് ഉള്ള കാര്യമുണ്ട്, ഭാഗ്യമുണ്ട്, അതിനുള്ള കരുത്തുമുണ്ട് പുള്ളി. രാഷ്ട്രീയ വിവാദങ്ങൾ, സാമൂഹ്യ വിവാദങ്ങൾ, സംവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ബഹളം, കോലാഹലം, ഇതൊന്നും ഇല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനില്ല. എപ്പോഴെങ്കിലും ഒരു ഇര വേണം കടിച്ചു കയറാൻ. അല്ലെ, വിവാദങ്ങളെല്ലാം വേതാളങ്ങളായി എൻ്റെ തോളെ ഒന്ന് വീഴുന്നതല്ലേ. അല്ല, ഞാനിതിൻ്റെ പുറകെ വല്ലതും ചെല്ലുന്നത് എല്ലാ ദിവസവും പുറമേ തിരിഞ്ഞു നോക്കൂ. ഇന്ന് ഏതാണ് വിവാദ വേതാളം എൻ്റെ പുറകിൽ നിന്ന്? കാരണം ഇത് വന്ന് തോളെ വീഴുകയാണ്. ഞാൻ ആരെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കുറേ സത്യമാണ്. ഭാര്യ പറയാറില്ലേ, പ്രീതി ചേച്ചി പറയാറില്ലേ, ഒരാഴ്ചത്തേക്കൊന്ന് അടങ്ങിയിരിക്കും, എന്തിനാ? അല്ല, പ്രീതി എന്നോട് പറയാൻ വളരെ ഉപദേശിക്കാറുണ്ട്. ഇതിന് ഈ SNDP യോഗത്തിൽ വരുന്നതിന് തന്നെ അവരെതിരായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതും കൊണ്ട് നടന്നാൽ ഇതിൻ്റെ അവസാനം കുറേ അധികം വിമർശനങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ മാത്രമേ ഉണ്ടാകൂ. പക്ഷേ ഈ ടെലിവിഷനിലും പത്രത്താളുകളിലും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രീതി ചേച്ചിക്ക് സന്തോഷം തോന്നാറില്ലേ? ഇതെൻ്റെ ഭർത്താവല്ലേ, എന്താണ് തകർക്കല്ലേ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വലിയ സന്തോഷമല്ല, എപ്പോഴും വിമർശന. എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിന്ന് വിമർശിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. ഞാൻ ഈ അഭിപ്രായം പറയുന്നത് തന്നെ അവർക്ക് ഇഷ്ടമല്ല. മിണ്ടാതിരിക്കണമെന്നാണ് അവർ പറയുന്നത്. ഈ കണ്ടത് മിണ്ടിയില്ലെന്നുണ്ടെങ്കിൽ PC ജോർജിന് ഇട്ട പോലത്തെ ഒരു പൂട്ട് ഇവിടെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഭാര്യ. അല്ല, ഭാര്യയുടെ പൂട്ടിൽ. പക്ഷെ 45 വർഷം പെട്ടിട്ട് നടക്കാത്ത കാര്യം ഇനി ഇടാൻ പറ്റുമോ? നടക്കില്ല.
ഏതെങ്കിലും വെള്ളാപ്പള്ളി ചേട്ടാ ഏതെങ്കിലും ഒരു വിവാദം സൃഷ്ടിച്ച ശേഷം അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇതുവരെ ആലോചിച്ചിട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഏതെങ്കിലും ഒന്ന് താങ്കൾ സൂചിപ്പിച്ച ക്ലൂ പറഞ്ഞാൽ ഞാൻ പറയാം. ഞാനല്ല, വേറെ ആൾ, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആരാണ്? നോക്കട്ടെ. സർ, എൻ്റെ ചോദ്യം, സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ ഇന്ന് അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അങ്ങയുടേതായ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പിന്നീട് പല വിവാദങ്ങൾക്കും വഴിതെളിയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ എൻ്റെ ചോദ്യം, ഇങ്ങനെ പിന്നീട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാനത് പറയേണ്ടായിരുന്നു, അതിപ്പോൾ ഒരു വലിയ വിവാദമായി, അങ്ങനെ എന്തെങ്കിലും മാനസിക സംഘർഷം സാറിനുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. ഈ വിദ്വാനെ അറിയാലോ അല്ലേ? പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തല്ലേ ഈ വിദ്വാൻ. ഒരുപാട് കാലം മൊത്ത കച്ചവടം, ചില്ലറ കച്ചവടം നടത്തിയിട്ടുണ്ട് ശ്രീ വെള്ളാപ്പള്ളിയെ. എന്നെ ഒരുപാട് ജനങ്ങളിലേക്ക് അറിയിച്ച ഒരു പക്ഷേ പിന്നെ ഒരു പ്രാണനാണ്. ഇയാള് ചേട്ടനെ അനുകരിക്കുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. പക്ഷെ ആദ്യകാലത്ത് ഇവനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവന് എന്നെ ഇങ്ങനെ കോപ്രായം കാണിച്ച് നടക്കുകയാണ്, ഇവനോട് ഞാൻ ഒന്ന് കൊടുക്കുന്നുണ്ടെന്നൊക്കെ ചിലരോട് പറഞ്ഞിരുന്നു. പിന്നീടാണ് ഇത് ഇഷ്ടം തോന്നിയിരുന്നത് എന്നോട് ഒരാൾ പറഞ്ഞു. ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്നെ അനുകരിക്കുന്നവരും എന്നെ വിമർശിക്കുന്നവരും ഒക്കെ ഉണ്ട്. വിമർശന രൂപത്തിൽ തന്നെ ഈ പിന്നെ പ്രദർശനം, ഈ കോമഡി ഷോ അതും കാണിക്കുന്നുണ്ട്. ഇവരോടെല്ലാം എനിക്ക് സന്തോഷമാണ്. കാരണം വെറൊരു സമുദായ പ്രവർത്തകൻ കോമഡി ഷോയിൽ ഒരു താരമാകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണ്, വലിയ കാര്യം, വലിയ അംഗീകാരമല്ലേ അത്. അപ്പോൾ അവരൊക്കെ എന്നെ അതിലേക്ക് തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ പ്രസക്തിയുള്ള ഒരു സമുദായ പ്രവർത്തനാണ് ഞാനെന്ന് പൊതുജനം അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് എന്നെ തന്നെ ഇതിലേക്ക് എടുക്കുന്നത്. അപ്രസക്തരെ ഇതാണ് ഇത് മുതലാണെന്ന് പറയാനും ഇതിന് ഭയങ്കര ബുദ്ധിയാണെന്ന് പറയാനും എന്നെപ്പോലെ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത്. ഇതാണ് കറക്റ്റ് ലൈന്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു മിമിക്രിക്കാരൻ തന്നെ കഥാപാത്രമാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ മിമിക്രിക്കാരനിലൂടെ ഞാൻ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുകയാണെന്ന് ചിന്തിക്കുകയാണ്. മറ്റു പല ആൾക്കാർക്ക് ഈർഷ്യയും വിഷമമാണ്. എനിക്കൊരു വിഷയം, ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിക്കണമെന്ന് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ഫോൺ നമ്പർ പോലും എനിക്കറിയില്ല. വലിയ ബിസിയാണ് പുള്ളി. പക്ഷെ നമുക്ക് നോക്കാം, നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഈ പെരുവിരൽ മുതൽ അര വരെ ഒരു 25,000 അടി സ്വന്തം പിതാവിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആളാണിത്. എപ്പോഴും അടിയായിരുന്നു കിട്ടിക്കൊണ്ട്. എത്രയോ അടി സ്വന്തം പിതാവിൽ നിന്ന് ഈ വെള്ളാപ്പള്ളി ചേട്ടന് കിട്ടിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ മഹാകുരുത്തം കെട്ടവനായിരുന്നു. കുസൃതി, വികൃതി. 100% ശരിയാണ്. കണ്ടോ, ഞാൻ വെറുതെ പറയല്ലേ. അച്ഛൻ്റെ തല്ല് നല്ലപോലെ മേടിച്ചിട്ടുണ്ട്. ഈ അടിയൊക്കെയാണ് ഇപ്പോൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഞാൻ തിരിച്ചു കൊടുക്കണില്ല, എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. നമ്മൾ സാമൂഹ്യ സത്യങ്ങൾ തുറന്നു പറയുന്നതല്ലേ ഉള്ളൂ. ഒരു ദിവസം ഒരടി കിട്ടിയില്ലെങ്കിൽ താങ്കൾക്ക് ഉറക്കം വരില്ലായിരുന്നു. അത്ര പെരുക്കം അടി അച്ഛനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അച്ഛനിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അച്ഛനെ മക്കളില്ലാതെ ആൺമക്കളില്ലാതെ ഇരിക്കുമ്പോൾ ഉണ്ടായാലൊന്നാണ്. അതിന് ഇടയ്ക്ക് മുഴുവൻ പെൺമക്കളാണ്. ഇരട്ടയാണ്. അപ്പോൾ ഒരുപാട് വാത്സല്യം തന്നു. വാത്സല്യം തന്നെ വളർത്തിയത് കൊണ്ട് ഞാൻ വളരെ കുസൃതിക്കാരനായിരുന്നു. മൂത്തവരും തല്ലും, താഴെയുള്ളവരും തല്ലും. വീട്ടിലെല്ലാവരും അടിക്കും, എല്ലാവരും ഉപദ്രവിക്കുക. അങ്ങനെ വലിയ ശല്യക്കാരനാണ് വീട്ടിൽ. അതുകൊണ്ട് ഹോളിഡേയ്സിലെല്ലാം എന്നെ കൊണ്ട് താമസിപ്പിക്കുന്നത് ശിവഗിരിയുടെ അദ്വൈത ആശ്രമമുണ്ട്. അത് ആലുവയിലല്ലേ? ആലുവായി. ആ അദ്വൈത ആശ്രമത്തിലാണ് ചെറുപ്പത്തിൽ എന്നെ നിർത്തി വളർത്തുന്നത്. അതായത് ഒരു ദുർഗണ പരിഹാരശാലയിൽ കൊണ്ടുപോകുന്നത് പോലെയാണ് കൊണ്ടുപോയത്. അതെ, എന്ന് തന്നെ പറയാം അല്ലേ? നല്ല ശീലം കിട്ടാൻ വേണ്ടി. നല്ല ശീലം കിട്ടാൻ അതിനാണ്. ഓക്കെ, ശരി. അച്ഛൻ വളരെ കർക്കശനക്കാരനായിരുന്നു. സ്കൂളിൽ പോയാൽ 15 മിനിറ്റിനുള്ളിൽ വീട്ടിൽ എത്തിയിരിക്കണം. 15 മിനിറ്റ് വീടും സ്കൂളും തമ്മിലുള്ള അകലം വെറും 1 ഫർലാങ്ങാണ്. അത് കറക്റ്റ് 15 മിനിറ്റാണ്. അതിൻ്റെ അപ്പുറത്ത് പറ്റില്ല. നമ്മളാണെങ്കിൽ വളരെ വയ്യേ എത്തുള്ളൂ. കാരണം അച്ഛനില്ലാത്ത ദിവസം നോക്കി ഫുട്ബോൾ കളിക്കണം, ബാഡ്മിൻ്റൺ കളിക്കണം. അപ്പോൾ അച്ഛൻ അവിടെ വാതുക്കലുണ്ട് എങ്കിൽ 15 മിനിറ്റ് തെറ്റിയാൽ പടിഞ്ഞാറ് വശമുള്ള വേലി ചാടിയാണ് വീട്ടിൽ കയറണം. വേലിയൊക്കെ വലിയ പൊക്കത്തിലുള്ള വേലിയാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അന്നേ വേലി ചാടിയാണ് ഞാൻ അകത്ത് കയറുന്നത്. അപ്പോൾ വേലിയും മതിലുമൊക്കെ ചാടുന്നത് ചെറുപ്പത്തിലേ തുടങ്ങിയല്ലേ?
ആവശ്യം സൃഷ്ടിയുടെ മാതാവല്ലേ. അതെ, കറക്റ്റ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞൊരു സാമൂഹ്യ രാഷ്ട്രീയ വാസന ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ അന്ന് ഫോർത്താണ്. ആദ്യത്തെ എൻ്റെ സമരം തന്നെ തുടങ്ങുന്നത് ഫോർത്ത് വെച്ച തേർഡ് ഫോമിൽ പഠിക്കുമ്പോഴാണ്. എന്താ പരിപാടി ആയിരുന്നു? സമരം തുടങ്ങി. ശിശു ദിനം. ശിശുദിനത്തിന് അന്നെല്ലാം കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കും. അപ്പോൾ ആ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ അതിന് പിരിവ് ഒരെണ്ണ കൊടുക്കണം. ആ ഒരെണ്ണ പിരിവ് കൊടുക്കുവാൻ ഞങ്ങളോട് ആലോചിക്കാതെ ഹെഡ് മാസ്റ്ററായ മാധവൻ സാറ് തീരുമാനമെടുത്തു. അതൊരു ജനാധിപത്യത്തിന് എതിരാണെന്നുള്ള. നമ്മൾ ജനാധിപത്യമാണല്ലോ. ജനാധിപത്യം. ആ ജനാധിപത്യത്തിനെതിരായിട്ട് സമരം ചെയ്തു. ടിക്കറ്റ് എല്ലാവരും ബൈക്കൗട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ബഹിഷ്കരിച്ചു. അങ്ങനെ ബഹിഷ്കരിച്ച്. താങ്കൾ പറഞ്ഞത് മറ്റു സഹപാഠികൾ കേട്ടോ? എല്ലാവരും കേട്ടു. ആരും ബിസ്ക്കറ്റ് കഴിച്ചില്ല. ആരും കഴിച്ചില്ല. അങ്ങനെ സമരം വിജയിച്ചു. പക്ഷേ അടി ഏറെ മേടിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോൾ പാഴ്സൽ കിട്ടി. അടി എന്ന് പറഞ്ഞ അടിയുടെ പൂരണം വന്നു. ഈ ഹെഡ് മാസ്റ്റർ ചെന്ന് നേരെ അച്ഛനോട് പറഞ്ഞു കൊടുത്തു. അവിടെ ഒരു വീടിൻ്റെ അവിടെ ഒരു ഇരുമ്പ് തൂണുണ്ട്. കെട്ടി ഇങ്ങനെ നിർത്തി. ഇരുമ്പ് തൂണിലേക്ക് കെട്ടിയിട്ട് നല്ല പൊതിരെ നല്ല അടി തന്നു. കാരണം ആദ്യം സമരം ഞാൻ ജയിച്ചെങ്കിലും വീട്ടിലെത്തിയപ്പോൾ നമ്മൾ പാളി. വീട്ടിലെത്തിയപ്പോൾ അടി കിട്ടി. എന്താണ് ഈ അച്ഛൻ്റെ അടി നിന്നത്? അച്ഛൻ്റെ അടി നിന്നെന്ന് വെച്ചാൽ അച്ഛൻ മരിച്ച ശേഷം ഞാൻ ഫോർത്ത് ഫോമിൽ പഠിക്കുമ്പോഴേ അച്ഛൻ മരിച്ച്. 56 വയസ്സുണ്ട് അച്ഛന്. പിന്നീട് അച്ഛൻ്റെ അടി കിട്ടാത്തതിൽ ഒരുപാട് മിസ്സിങ് വന്നിട്ടുണ്ടാവും. അത് മാത്രമല്ല, അപ്പോൾ കൂടുതൽ അമ്മയുടെ ഒരുപാട് ഓമനത്വം കിട്ടി. വീട്ടിൽ നിന്ന് പൈസ എടുക്കാനുള്ള സൗകര്യം കിട്ടി. അപ്പോൾ ഇച്ചിരി രാഷ്ട്രീയം കളിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കതറിട്ടല്ലേ? കതറിട്ടില്ലായിരുന്നു. എന്നാലും വെള്ള വസ്ത്രമൊക്കെ തന്നെയാണ്. ഒരു KSU ആയിട്ട് അന്ന് AK ആൻ്റണി, വയലാർ രവി, ഇന്നിപ്പോൾ PK കുര്യാക്കോസിനെ കണ്ടില്ല, ഒരണാ സമരം നേതാവ്. അദ്ദേഹം ഇപ്പോൾ ആർക്കും വേണ്ടാതെ വൃദ്ധസദനത്തിലാണ്. യഥാർത്ഥത്തിൽ ആ സമരം നടത്തിയ കുര്യാക്കോസാണ്. ആ കുര്യാക്കോസ് ഇവരെല്ലാം കൂടി ചേർന്ന് ഞങ്ങൾ KSU ഉണ്ടാക്കി. അതിൻ്റെ നേതാവായിട്ട് ആദ്യമായിട്ട് കണിച്ചുളങ്ങര തന്നെ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ചു. അന്ന് അതിന് മുമ്പ് SF ആണ് അവിടെ ഉള്ളത്. SFI ഒന്നും ഇല്ലെന്ന്. SF സ്റ്റുഡൻസ് ഫെഡറേഷൻ. അങ്ങനെ ആദ്യം KSUവിൻ്റെ അന്ന് ഈ ആൻ്റണിയും വയലാറിയുമൊക്കെ വലിയ ദേശീയ നേതാക്കന്മാരും മന്ത്രിമാരും എന്ന് വിചാരിക്കോ? ഒന്നും വിചാരിച്ചു. എല്ലാം പെറുക്കുകളായിട്ട് നടക്കുന്ന കാലമല്ല. എല്ലാം പെറുക്കുകളായിരുന്നു. അവർ എന്നാ ആൻ്റണി ചേർത്തല സ്കൂളിൽ പഠിക്കുകയാണ്. പുള്ളി ഒരു ഒടിഞ്ഞു മടങ്ങിയ സെപ്റ്റിക്കാകുന്ന ഒരു സൈക്കിളിൽ ചവിട്ടി കണിച്ചുളങ്ങര വരും. അമ്മ ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു. വയലാർ രവിക്ക് ST കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 കൊടുത്താൽ കണിച്ചുളങ്ങര ST കോളേജ് ബസ്സുണ്ട്, അത് കണിച്ചുളങ്ങര വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ പ്രസിദ്ധന്മാരാകുന്നു ആരും വിചാരിച്ചില്ല. ഇവരൊക്കെ പ്രസിദ്ധന്മാരായത് എറണാകുളത്ത് വന്നതിൽ പിന്നെയാണ് ചേർത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി ചേട്ടൻ്റെ മുമ്പിലൊന്നും അങ്ങനെ നിന്നിട്ട് വലിയ വിളയണ്ടെന്നൊക്കെ പറയുമല്ലേ? എനിക്ക് ഇതിൻ്റെ പല കാലമൊക്കെ അറിയടാ എന്ന് പറയും. എന്ന് ഞാൻ അഹങ്കാരം പറയില്ല. അവർക്കൊക്കെ ഒരുപാട് വലിയ നേതാക്കന്മാരായി പോയപ്പോൾ അഹങ്കാരമുള്ളവരും അഹങ്കാരം ഇല്ലാത്തവരും കാണും. ആൻ്റണിക്ക് അങ്ങനെയൊന്നുമില്ല. ഇന്നും ആ സ്നേഹവും എല്ലാ ബന്ധവും ഇന്നും ഉണ്ട്. ആൻ്റണിക്ക് അങ്ങനെയൊന്നുമില്ല, ഇന്ന് ആ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വയലാർ രവിക്ക് അങ്ങനെ സ്നേഹമില്ല, അവൻ അഹങ്കാരിയാണെന്നുള്ള അർത്ഥമല്ലേ വന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. അതിനും പൊതുവെ ആളുകൾ പറയുന്നുണ്ട് വയലാർ രവിച്ച് അഹങ്കാരമുള്ള ആളാണെന്നും. എന്നാലും പഴയ ആ ഒരു ബന്ധം ആൻ്റണി പുലർത്തുന്ന പോലെ വയലാർ രവി പുലർത്താറില്ല എന്നുള്ള സത്യം തന്നെയാണ്. ഇടയ്ക്ക് കേസിൽ നിന്ന് വഴി പിരിഞ്ഞു. ഇടയ്ക്ക് പഞ്ചായത്തിലേക്ക് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് താങ്കൾ മത്സരിച്ചു. കാരണം ഉണ്ടായി. ഇടയ്ക്ക് കേസിൽ നിന്ന് വഴി പിരിഞ്ഞു. ഇടയ്ക്ക് പഞ്ചായത്തിലേക്ക് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് താങ്കൾ മത്സരിച്ചു. കാരണം ഉണ്ടായി. കാരണം ഞാൻ ഈ കണിച്ചുളങ്ങര അമ്പലത്തിൽ കള്ളു കുടിച്ച് തുള്ളുന്നതിന് എതിരായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നോടുകൂടി അത് പാടില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്നത്. ആ കള്ളു കുടിച്ച് അമ്പലത്തിൽ തുള്ളുന്ന ആചാരം നിർത്തിയിട്ട് ആറാട്ടുത്സവമാക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിനോട് സപ്പോർട്ട് ചെയ്തു. അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു. ആ സമയത്ത് ഈ പറഞ്ഞ കോൺഗ്രസ്സുകാർ നേരെ എതിരായിട്ട് അവിടെ അമ്പലത്തിൽ പൂർവാചാരമാണ്, അവിടെ കള്ളു കുടിച്ച് തുള്ളണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് പിൻബലം തന്നു. ആ പിൻബലം തന്ന് അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അന്ന് സുശീല ഗോപാലൻ
ഒക്കെ ഉള്ള കാലഘട്ടമാണെന്ന്. അവരുമൊക്കെ ഒരുപാട് പിൻബലം തന്നു. അതിലൂടെ ഞാൻ അങ്ങനെ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഒരു പൊതുരംഗത്തേക്ക് വെള്ളാപ്പള്ളി ചേട്ടനെ യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നത് ഗൗരിയമ്മയായിരുന്നല്ലേ എന്ന് പറയാനൊക്കത്തില്ല. അല്ല അല്ല, അത് ക്ഷീരമാധവി പ്രശ്നത്തിൽ ഗൗരിയമ്മ ഈ ആ ക്ഷീരമാധവി പ്രശ്നം നടക്കുന്ന കാലത്ത് പോയിട്ടുണ്ട്. എന്നെ പൊതുരംഗത്തും പഞ്ചായത്ത് ഇലക്ഷൻ നിർത്താൻ മത്സരിപ്പിക്കാൻ പ്രേരണ ചെലുത്തിയത് വന്ന് DC സെക്രട്ടറി ആയിരുന്നു അന്ന് VS അച്യുതാനന്ദനാണ്. VS ആയിരുന്നു ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ നിർബന്ധം പ്രകാരമാണ്. പക്ഷെ അതിനുശേഷം പിന്നെ ഈ രണ്ടുപേരോടുള്ള ബന്ധം പിന്നീട് വഷളായി, വഴക്കായി, മുട്ട വഴക്കായി. VS എൻ്റെ വീട്ടിൻ്റെ വാതിക്ക് 326 ദിവസം സമരം ചെയ്ത് ഗൗരിയമ്മ എന്നെ ഉപേക്ഷിച്ച് പോയി. അതൊക്കെ അവരവരുടെ രാഷ്ട്രീയം. നമ്മുടെ വായിന്ന് ഒരുപാട് അങ്ങോട്ട് കൊടുത്തു, അല്ല അവരിങ്ങോട്ട് കുറേ മേടിച്ചു, ഇങ്ങോട്ട് കിട്ടുമ്പോൾ പിന്നെ അങ്ങോട്ട് കുറക്കുന്നത് കൊടുത്തും കൊണ്ട് മുന്നോട്ട് പോയി. അതെ. അപ്പോഴും പ്രീതി ചേച്ചി പറഞ്ഞില്ലേ എന്തിനാണ് ഈ പരിപാടിക്ക്? അതൊക്കെ 100 പ്രാവശ്യം പറയാറുണ്ട്. പക്ഷേ എൻ്റെ സ്വഭാവം എങ്ങനെ മാറുന്നത്? അവരിതൊക്കെ പറയാണ്ട് എന്തിനാ അവരുടെ വഴക്ക്, ഇവരുടെ വഴക്ക്? കാരണം സാമൂഹിക സത്യങ്ങൾ പറയാൻ ആരെങ്കിലും വേണ്ടേ? ഒരു നഗ്നനായ രാജാവിനെ നഗ്നനാണെന്ന് പറയാൻ നിഷ്കളങ്കനായ ഒരു കുട്ടിക്കല്ലേ സാധിക്കൂ? ഞാനൊരു നിഷ്കളങ്കനായ കുട്ടിയാണെന്ന് നിങ്ങളെന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് സ്വകാര്യ അജണ്ട ഇല്ല. ഈ ഇരിക്കുന്ന ആള് നിഷ്കളങ്കനായ ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചാൽ നിഷ്കളങ്കനായ കുട്ടിയാട്ടോ ഇരിക്കണേ. അതെ, അതുകൊണ്ടല്ലേ ഇതെല്ലാം പറയാനൊക്കെ എനിക്ക്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആർക്കാ സാധിക്കുന്നത്? കാരണം നിഷ്കളങ്കനെന്ന് പറയാൻ എനിക്ക് നിഷ്കളങ്കനായ കുട്ടി പിന്നീട് വലിയ വലിയ വിജയങ്ങൾ കൊയ്തുവെങ്കിൽ പോലും ആദ്യകാലത്തെ കച്ചവട സംരംഭങ്ങളൊക്കെ പൊളിഞ്ഞുപോയി. അത് പൊളിഞ്ഞുപോയി. കാരണം രണ്ടും കൊണ്ട് നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിത് വഴിതെറ്റിയതിനകത്ത് വന്നതാണ്. ശാശ്വതാനന്ദ സ്വാമിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ മുൻഗാമിയായിരുന്ന അന്നത്തെ സെക്രട്ടറി ഗോപിനാഥൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുവന്നു. ഞാനതിനകത്ത് വഴങ്ങിപ്പോയി. പക്ഷെ ഞാൻ വിചാരിച്ചത് എൻ്റെ കച്ചവടം നടക്കും, ഇതും നടക്കുമെന്നാണ്. SNDPയുടെ തലപ്പത്തേക്ക് വരുന്നു, ശാശ്വതാനന്ദ സ്വാമികളാണ് താങ്കളെ കൊണ്ടുവരുന്നത്. അത് തന്നെ ഒരു വലിയൊരു ആസൂത്രണത്തിൻ്റെ ഭാഗമായിരുന്നു. വലിയൊരു നേതൃത്വനിരയെ മാറ്റാൻ വേണ്ടി താങ്കളെ ഇങ്ങനെ ഒരു കുന്തമനയാക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റാണ് നിങ്ങൾ പറയുന്നത്. 100% ഞങ്ങൾ പറയുന്നത്. ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്ന ആളല്ലേ. SNDP യോഗ ഒരുപക്ഷെ ശാശ്വതാനന്ദ വിചാരിച്ചു കുശാഗ്ര ബുദ്ധിക്കാരനായ വെള്ളാപ്പള്ളി നടേശനെ തന്നെ പിടിച്ചാൽ മാത്രമേ തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറുള്ളൂ. അദ്ദേഹത്തിന് സാമൂഹ്യ ബന്ധങ്ങളുണ്ട്, നല്ല സമ്പത്തുണ്ട്, നല്ല ചാതുര്യമുണ്ട്, നല്ല ചങ്കുറപ്പുണ്ട്. പക്ഷെ പിന്നെ സ്വാമിയായിട്ട് അല്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി. ചെറിയ പ്രശ്നം എന്നല്ല, ഇപ്പോൾ ഒരു ആത്മീയ നേതാവും എൻ്റെ വീക്ഷണവും ഭൗതിക പ്രവർത്തനം നടത്തുന്ന ഞാനും തമ്മിൽ 100% എല്ലാ കാര്യത്തിനും യോജിച്ച് പോകാൻ സാധിക്കില്ല. കാരണം ഇവിടുത്തെ പൊതുജന പ്രശ്നങ്ങളുണ്ട്, സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. അതിലെല്ലാം പ്രതികരിക്കേണ്ട SNDP യോഗം അതിൻ്റെ ശൈലിയും പ്രവർത്തന രീതിയും ആ രീതിയിൽ പോകാതെ, ജനവികാരം അനുസരിച്ച് മുമ്പോട്ട് പോകാതെ, അതിന് ഓരോ ഭരണാധികാരികളുടെയും സുഖത്തിന് താല്പര്യത്തിനും അനുസരിച്ച് മാറിയും മറിച്ചും പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അസംതൃപ്തി തെറ്റി. ചെറിയ അഭിപ്രായ വ്യത്യാസമാണ്. ഇപ്പം സ്വാമിയോട് ഞാൻ പറഞ്ഞു, സ്വാമിജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആധ്യാത്മികമായി ചിന്തിക്കുന്നവരാണ് കൂടുതലും. എനിക്ക് ആധ്യാത്മികതയോടൊപ്പം തന്നെ ഭൗതികത SNDP യോഗത്തിൻ്റെ കർമ്മകാണ്ഡത്തിലുള്ളതാണ്. ഇതുണ്ടായത് തന്നെ SNDP യോഗം ഉണ്ടായത് തന്നെ ജാതി വിവേചനത്തിൽ നിന്നാണ്. ആ വിവേചനത്തിൽ നിന്ന് ഉണ്ടായ ഈ സംഘടന നിവർത്തന പ്രക്ഷോഭം ഉൾപ്പെടെ വഴിനടക്കാനുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെ എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടി ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗം സമരം ചെയ്ത പാരമ്പര്യം SNDP യോഗത്തിനുണ്ട്. പിന്നീട് താങ്കൾ തെറ്റിദ്ധരിക്കപ്പെട്ടോന്ന് എനിക്കറിയില്ല. സ്വാമിയുടെ മരണം പോലും താങ്കളിലേക്ക് അതിപ്പോൾ ഒരുപാട് കഥയും പറഞ്ഞു കിടപ്പുണ്ട്. കാരണം ഞാനപ്പോൾ അവിടെ ഉണ്ടല്ലോ. അത് ചില ദുഷ്ടൈക ദൃക്കുകൾ പലതും പറഞ്ഞ്, അല്ല എന്നെപ്പറ്റി ചീത്ത പറയാൻ വേറെ വല്ല കള്ളുകൂടിയാണെന്ന് പറയാനൊക്കത്തില്ല, മറ്റു വേറെ സ്വഭാവ ദൂഷ്യം പറയാനൊക്കത്തില്ല എന്നെപ്പറ്റി. പിന്നെ ഇതൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എന്നെ സ്വാമിയുടെ മരണത്തിൽ പോലും താങ്കളുടെ കറുത്ത കൈ ഉണ്ടെന്ന് പോലും പറഞ്ഞവരുണ്ട്. ഇപ്പോഴും പറയുന്നുണ്ട്. ചുണയുണ്ടെങ്കിൽ തെളിയിക്ക്. അതൊന്നും അവർക്ക് സാധിക്കില്ല. പക്ഷെ ഇത്രയും പറഞ്ഞ ആൾക്കാർക്കെതിരെ ഒരു വിരൽ പോലും അനക്കാൻ പറ്റിയില്ല. എന്താ കേസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനെന്തിനാ കേസ് കൊടുക്കുന്നത്? അവരല്ലേ കേസ് കൊടുക്കുന്നത്. കേസ് കൊടുത്ത് ഹൈക്കോടതി വരെ കൊടുത്തില്ലേ? കൊടുത്തിട്ട് എന്തായി? ഒന്നും ആയില്ലല്ലോ. പറയാൻ വളരെ എളുപ്പമല്ലേ, തെളിയിക്കട്ടെ അവർ.
അങ്ങനെയൊക്കെയുള്ള ക്രൂരത ചെയ്യാൻ വെള്ളാപ്പള്ളി ചേട്ടന് പറ്റുമോ? ഒരിക്കലും അത് ഒരു മനുഷ്യഹൃദയമുള്ളവർ ചെയ്യാൻ സാധിക്കുമോ? ഈ പറയുന്നവർക്കും അറിയാം. പക്ഷെ കുറച്ച് പേരുടെ മനസ്സിൽ സംശയം കിടപ്പുണ്ട്. ഒരു സംശയമില്ല, ഈ പറയുന്ന എല്ലാ ആളുകൾക്കും എന്നെ ചുറ്റിപ്പറ്റി പറയുന്നത് വെറും അസത്യമാണെന്ന് അവർക്കെല്ലാം മനസ്സുകൊണ്ടറിയാം. പിന്നെ അവർക്കെല്ലാം ലൈവായി എന്തെങ്കിലും വിഷയം പറഞ്ഞു നിൽക്കണ്ടേ? അവരുടെ പ്രസക്തി ഊട്ടിയുറപ്പിക്കാൻ പറ്റും. അതെ, കാരണം എന്നെ ഇങ്ങനെ എതിർത്താലേ അവരിങ്ങനെ ഉണ്ടെന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് അറിയണ്ടേ? ഓ, അതാണ് അവരുടെ തന്ത്രം. പിന്നെ അല്ലാതെ അങ്ങനെ പിന്നെ പത്രത്തിൽ ഹെഡിങ് കിട്ടണമെങ്കിൽ വേറെ വല്ല വിഷയം പറഞ്ഞാൽ നോക്കുമോ? പക്ഷെ പത്രക്കാരെ ഉപയോഗിക്കാനും താങ്കൾക്ക് നല്ല വൈദഗ്ധ്യം ഉണ്ട്. ഓ, എനിക്കില്ല, ഞാൻ പത്രക്കാരൊന്നും ഉപയോഗിക്കുന്നത്. അവർക്ക് വേണ്ട ബൈറ്റൊക്കെ നല്ല ഉരുട്ടി കൊടുക്കുക നല്ല രീതിയിൽ. അതായത് ഇത് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യും, ഈ പ്രയോഗം നടത്തിയാൽ അങ്ങനെയാകും. ഇതൊക്കെ നല്ല വൈഭവമുണ്ട്. ഞാനൊരു പത്രാധിപരാണല്ലോ. അതന്നെ, അതിനുള്ള അവർക്ക് ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഒരു പത്രാധിപർ എന്ന നിലയിൽ കുറച്ചൊക്കെ എനിക്കറിയാമല്ലോ. ആ സത്യം പറയുന്നു എന്നുള്ളതുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ഇഷ്ടമാണ്. കുറേ ആൾക്കാർക്ക് താങ്കളോട് ഭയങ്കര കലിപ്പ, തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ. ഇരിക്കട്ടെ, അങ്ങനെ ഉള്ളതുകൊണ്ട് ചില ആൾക്കാർ താങ്കളെ ശാരീരികമായി വകവരുത്താൻ വേണ്ടി പണ്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നെ കൊല്ലാൻ വരെ നോക്കിയല്ലേ. അതിനൊരു പാർട്ടിയുടെ പിൻബലം ഉണ്ടായിരുന്നു. അവർ ആ പാർട്ടിയാണ് അതിന് എൻ്റെ പുറകിൽ നിന്ന് അതിൽ ചില പ്രാദേശിക നേതാക്കന്മാർ. എന്നിട്ടും ദൈവം എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുകയല്ലേ. പക്ഷെ ഒന്ന് പകച്ചു. പിന്നീട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ കുറേ കാലത്തിന് ശേഷം ഭാര്യയും കൂടി കാറി കയറ്റി ഇരുത്തിയിട്ടാണ് യാത്ര. കാരണം എൻ്റെ ജീവനോട് ഏറ്റവും കൂടുതൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ഭാര്യയല്ലേ. അതുകൊണ്ട് എൻ്റെ ഭാര്യ അതിനുശേഷം എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഭാര്യയായിരുന്നു കുറേ കാലം ഗൺമാൻ അല്ലേ? അതെ. ഇപ്പോൾ സർക്കാർ 2 ഗൺമാനെ തന്നിട്ടുണ്ട്. അതുവരെ ഭാര്യയാണ് സംരക്ഷിച്ചത്. ഇപ്പോൾ ഭാര്യയ്ക്ക് വലിയ ക്രെഡിറ്റാണ്. താങ്കളുമായൊരു ദാമ്പത്യം പങ്കിട്ട് മാത്രമല്ല, താങ്കളെ സംരക്ഷിക്കേണ്ട ചുമതല പോലും പ്രതി ഏറ്റെടുത്തു. അവർ ഏറ്റെടുത്തു, യാതൊരു സംശയമില്ല. കാരണം ഈ ബഹുമാനമൊക്കെ പ്രതി ചേച്ചിട്ടുണ്ടോ താങ്കൾക്ക്? എൻ്റെ ഭാര്യയോട് എനിക്കുള്ള പോലെ സ്നേഹം, ബഹുമാനമല്ല സ്നേഹം വേറെ ആർക്കാ ഉള്ളത്? അല്ല, അത് താങ്കളുടെ ഭാര്യയോട് പിന്നെ താങ്കൾക്കല്ലേ ഉണ്ടാകട്ടെ, വേറെ ആർക്കും ഉണ്ടാകട്ടെ. അവർക്ക് എന്നോട് അതുപോലെ തന്നെയാണ്. അങ്ങനെ തന്നെ വേണമെന്ന് എൻ്റെ അഭിപ്രായം. അതെ അതെ അതെ. പക്ഷേ ഈ സമയത്ത് പ്രതി ചേച്ചി വിചാരിക്കുകയായിരിക്കും, ചേച്ചി എന്നെ കുറിച്ച് വിചാരിക്കരുത് കേട്ടോ, ഞാൻ ഇദ്ദേഹം പറയണത് കയറ്റി പറയാത്തല്ല, എനിക്കെന്ത് ചെയ്യാൻ പറ്റും. അവർ വരാൻ കാത്തിരിക്കുകയാണ്. ആര്? സാക്ഷാൽ പ്രീതി നടേശൻ. വരട്ടെ. 40-45 വർഷമായിട്ട് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും സന്തോഷം നിറഞ്ഞതായിരുന്നു. വിഷമതകളില്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഏത് വിഷമതകളിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾ രണ്ടുപേരും ഒത്തുനിന്ന് പ്രവർത്തിച്ചത് കാരണം അലോസരമില്ലാതെ ഈ 45 വർഷവും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത്ര നല്ലൊരു ഭർത്താവ് എനിക്കത് കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ, ഇനിയൊരു ജനനം ഉണ്ടെങ്കിൽ അന്നും എൻ്റെ ഭർത്താവായിട്ട് വെള്ളാപ്പള്ളി തന്നെ വരണമെന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്നെടുത്തപ്പാ ഇത്? കാരണം ഞങ്ങൾ തമ്മിൽ നല്ല ധാരണയിലാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ കൃത്യമായി എനിക്ക് മനസ്സിലായി. അല്ലേ? ബാക്കി ഇങ്ങനെയുള്ള എത്ര പേരുണ്ട് കേരള രാഷ്ട്രീയത്തിലാണ് നാടുകളെ ഭാര്യയും കൊണ്ട് നടക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ഭാര്യയായിട്ട് മാത്രം നടക്കുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടതല്ലേ? മാത്രമല്ല അംഗീകരിക്കാൻ വേണ്ടിയില്ല ഞങ്ങളെല്ലാം കൂടെ കൈയടിച്ചത്. ഒന്നും കൂടെ പണിയടിച്ചേക്കാം ഇനി. പക്ഷെ ഭാര്യ പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ഇനിയൊരു ജന്മമുണ്ടെങ്കിലും ഇനിയൊരു ജനനമുണ്ടെങ്കിലും അത് ഈ മുതലിൻ്റെ കൂടെ മതി എന്ന്. ഭാര്യ പറഞ്ഞതുപോലെ തിരിച്ചങ്ങോട്ട് പറയാൻ പറ്റുമോ? ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ, ഒരു ജന്മമുണ്ടെങ്കിൽ പ്രീതി നീ തന്നെയായിരിക്കും എൻ്റെ വധു ഭാര്യ. അത് അവരുടെ ആഗ്രഹമാണെങ്കിൽ എനിക്ക് ഒരു എതിരുമില്ല. കാരണം ഞങ്ങളുടെ ജീവിതം വളരെ സുഖവും സന്തോഷമാണ്. ഇതിനേക്കാൾ വല്ല മഹാഭാവികളാണ് അടുത്ത ജന്മം ഭാര്യയായിട്ട് വരുന്നത്, ഞാൻ സഹിക്കേണ്ടി വരികയല്ലേ? അതിനേക്കാൾ ഇപ്പോൾ ഈ ജന്മം ഞാൻ അനുഭവിച്ച എൻ്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിനെത്തും എല്ലാം എന്നോടൊപ്പം നല്ല വാക്കുകളും ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. പ്രീതി ചേച്ചി പറഞ്ഞ വേറൊരു 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞു, പ്രീതി ചേച്ചിയോട് പറഞ്ഞു, പ്രീതി ചേച്ചി അത് വേണ്ട എന്ന കാരണം വെച്ചാൽ അദ്ദേഹം നമ്മളിതൊരു വേറെ തരത്തിലുള്ള ഷോ ആണ്, അദ്ദേഹത്തിന് അങ്ങനെ വേദനിപ്പിക്കരുത്. അതായത് താങ്കളുടെ സ്വഭാവത്തിൽ ഒഴിവാക്കേണ്ടതായ ഒരു 1-2 കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഞാനത് കാണിക്കുന്നില്ല, പക്ഷേ ഞാനതിങ്ങനെ ചോദിക്കാം, നിങ്ങൾ പറയുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാകണ്ട, അല്ലാതെ ചോദിക്കാം എന്ന് ഞാൻ പറഞ്ഞു. താങ്കളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ടത് എന്ന് ഭാര്യ കരുതുന്ന ഒരു സ്വഭാവം എന്താണ്?
നീ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോൾ പറയിപ്പിക്കും. എന്താ അല്ല പറയിപ്പിച്ചാൽ ഞാനതിന് മറുപടി പറയാം. എന്താണ് താങ്കളെ സംബന്ധിച്ച് ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെടുകയോ എന്നാൽ മാറ്റാൻ കഴിയാതിരിക്കുന്നൊരു സ്വഭാവവിശേഷം എന്താണ്? ഈ ഉള്ളത് പറയും, ഒത്തു പറയല. അങ്ങനെ എല്ലാത്തിനും ഞാൻ ഈ ഉള്ളത് പറഞ്ഞ് നടക്കുന്നത് അത്ര ശത്രുക്കൾ ഉണ്ടാക്കല്ലേ, അത് കഴിയുന്നത്ര അതൊന്നും ഒഴിവാക്കരുതോ എന്നൊക്കെ പറയാറുണ്ട് എന്നെ. ഞാൻ പറയും, ഞാൻ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ ഇത് പറയാനുള്ള ദൗത്യമാണ് എനിക്കുള്ളത്. താങ്കൾ വീട്ടിലൊരു ഏകാധിപതിയാണോ? അല്ലേ, ഇന്നിപ്പം ഏകാധിപതിയല്ല, ഞാനല്ലേ ഗൃഹനാഥൻ. അപ്പോൾ അതുകൊണ്ട് അല്ല, താങ്കൾ പിന്നെ സ്കൂളിൽ പോലും ജനാധിപത്യം കൊണ്ടുവരാൻ ആഗ്രഹിച്ച ഒരാൾ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സാക്ഷാൽ ഏകാധിപതിയായിരിക്കാൻ പാടുണ്ടോ? പക്ഷേ ഏകാധിപതി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കുടുംബത്തിലുള്ള ഭാര്യയുടെയും മക്കളുടെയും എല്ലാം കൂടെ അഭിപ്രായങ്ങൾ ഞാൻ പരിഗണിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പരിഗണിക്കും, പക്ഷേ അവസാന തീരുമാനം താങ്കളുടെയാണ്. പിന്നെ അതെ, തീർച്ചയായിട്ടും എനിക്കൂടെ തോന്നണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ തിരുത്തിയിരിക്കും. ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ഒരിക്കലും തിരുത്തുന്ന പ്രശ്നമില്ല. ഞാൻ പറയുന്നത് ശരിയാണെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ താങ്കളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു വളരെ ദുഷ്കരമായൊരു പ്രക്രിയ കൂടി അവർ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. അത് ആരായാലും അത് ഇത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പം തിരുത്തിയിരിക്കും. താങ്കൾ എവിടെ പിന്നെ കരുനാഗപ്പള്ളിയല്ലേ പിന്നെ ചേച്ചിയുടെ വീട്? ഹരിപ്പാടാണോ? ഓക്കെ. നങ്ങിയാറുകുളങ്ങര. എത്രാം വയസ്സിലാണ് കഴിച്ചത് അവരെ കല്യാണം? 17. ഇന്നാണ് ജയിലിൽ പോയാൽ. ഇന്നാണെങ്കിൽ ജയിലിൽ പോയത്. അന്ന് 17, താങ്കൾക്കന്ന് 28 കഴിഞ്ഞു. ഓക്കെ. പക്ഷെ അന്ന് താങ്കളെ ഒന്ന് അവർ വീടിൻ്റെ അങ്ങോട്ട് 2-3 വട്ടം നടത്തിച്ചല്ലേ? നടത്തിച്ചു. മുണ്ട് മാടിക്കുത്തി നടത്തിച്ചോ? മടക്കി കുത്തി. അവരുടെ ലക്ഷണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ചേർത്തലക്കാരൻ എന്ന് പറഞ്ഞാൽ മന്ദുള്ളവനെന്നാണ് വെപ്പ്. അപ്പം മുണ്ട് മാടിക്കുത്തി 3 വട്ടം നടക്കാൻ പറഞ്ഞു. അന്ന് പറഞ്ഞില്ല. ഇവരുടെ ചേച്ചിയുണ്ട് മായ, അവരാണ് അവിടെ വില്ലത്തിയാണ്, മൂത്ത ചേച്ചിയാണ്. അവർ പറഞ്ഞത് അവരുടെ ഈ നോട്ടം കണ്ടപ്പോൾ ഈ കാലിട്ട് തന്നെ. അപ്പം ഞാൻ അന്ന് വളരെ ഇറക്കി മുണ്ട് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അവർക്ക് ഒന്നുകൂടെ സംശയമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ചേർത്തലക്കാരെ പറ്റി സാധാരണ ഉള്ള ഒരു പറച്ചിലുണ്ട്, മന്ദന്മാരാണെന്ന്. അതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനൊരു മടക്കി കുത്തി 2 നടത്തിപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു. കാരണം മന്ദില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നടന്ന് കാണിച്ചു കൊടുത്തു. അത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് ആ ഒരു നടത്തത്തിലാണ് പ്രീതി ചേച്ചിയെ വീഴ്ചത്. അവരുടെ വീഴ്ചത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കാണുന്ന പുറമേ കാണുന്ന ഭയങ്കര പരിക്കനായിട്ടുള്ള മനുഷ്യനല്ല, ഭയങ്കര കാൽപ്പനിക നല്ല പ്രണയം, സ്നേഹം ഒക്കെയുള്ള ഭാര്യയെ വളരെ ഗാഢമായി പ്രണയിക്കുന്നു. പെണ്ണ് കണ്ട ശേഷം ഭാര്യയുടെ ഫോട്ടോ അടിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം ആ ഫോട്ടോ കിടക്കയിൽ വെച്ച് കിടന്നുറങ്ങുന്ന ഈ പ്രണയാതുരനായ ഒരു വ്യക്തിയാണ് ഞാനിങ്ങനെ ഇപ്പം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതിന് വിരോധമില്ലല്ലോ. ഒരു വിരോധം. പിന്നെ ഇത് വെച്ച് കിടക്ക കിടന്നുറങ്ങിയിട്ടൊന്നുമില്ല. അന്ന് അങ്ങനെയൊന്നുമില്ല. അന്ന് ഫോട്ടോ പിടിച്ചെടുത്ത് അവർ തന്നതാ. എൻ്റെ ഫോട്ടോ അങ്ങോട്ടും കൊടുത്ത് അവരുടെ ഫോട്ടോ എനിക്കും തന്നു എന്നുള്ളതല്ലാതെ തന്ന ഫോട്ടോ കട്ടിൽ വെച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നു ഇല്ല. കാരണം അന്ന് ഇതുപോലുള്ള ഒരു സ്റ്റൈലൊന്നും ഇല്ലേ. ഓക്കെ. അന്നൊക്കെ ഉള്ള സ്റ്റൈലിങ്ങൊന്നുമില്ല. ഫോട്ടോ എവിടെ വെച്ചത്? കാരണം ഞാൻ പെണ്ണ് കാണാൻ ചെല്ലുന്നത് തന്നെ അവർ മനസ്സിലായിട്ടില്ല. എന്നെ അവിടെ കൊണ്ടൊരു ചായ കൊണ്ടുവന്ന് എന്തായാലും പ്രതി ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നെ അന്ന് ആ ഫോട്ടോ കൊണ്ടുപോയിട്ട് ഇത് ഇത്രത്തോളം ഉപയോഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്ന് അവർ പറയാൻ യാതൊരു ന്യായമില്ല. ഞാൻ ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിയുമ്പോൾ ബ്രിട്ടാസ് ഇങ്ങനെ പറഞ്ഞു, ശരിയാണോ പ്രീതി എന്ന് ചോദിച്ചാൽ അവർ സാക്ഷാത് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി മുതലാളിയാകും. വലിയ സമ്പന്നമായ കുടുംബത്തിലാണ് താങ്കൾ ജനിച്ചത്. സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ സ്വത്തൊക്കെ ഇൻഹെറിറ്റ് ചെയ്ത് താങ്കൾ തകൃതിയായി ജീവിതം പഠിക്കുന്നു, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, താങ്കളുടെ കീഴിൽ കുടുംബ സ്വത്തുക്കൾ വർദ്ധിക്കുന്നു, വ്യവസായ സാമ്രാജ്യം വിപുലീകരിക്കുന്നു. കോൺട്രാക്ട്, നിർമ്മാണ മേഖലയിൽ കൊങ്കൺ റെയിൽവേയുടെ കോർപ്പറേഷൻ, എന്തെല്ലാം വലിയ താങ്കളുടെ ആ ചാതുര്യം നന്നായി ശ്രദ്ധിക്കപ്പെട്ടു. കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കിയ ഈ ശ്രീധരൻപുരം പറഞ്ഞു, വെള്ളാപ്പള്ളി എന്നുള്ള കോൺട്രാക്ടറാണ് ഈ കൊങ്കൺ റെയിൽവേയുടെ യഥാർത്ഥ അടിത്തറ. സന്തോഷം തോന്നിയല്ലേ? സന്തോഷം തോന്നി. മാത്രമല്ല എന്നെ അദ്ദേഹം ഒരുപാട് സ്നേഹിക്കുകയും എനിക്ക് ഒരുപാട് അവസരങ്ങളും കൊങ്കൺ റെയിൽവേ തന്നിരുന്നു. എന്നെ അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയതാണ്. ആലപ്പി കായംകുളം, ആലപ്പി എറണാകുളം എന്ന ലൈനും മധുര ഡിണ്ടിഗൽ, ഈ ലൈനിലെല്ലാം ഞാൻ വർക്ക് ചെയ്ത് എൻ്റെ എഫിഷ്യൻസി കണ്ടുകൊണ്ട് അദ്ദേഹം എന്നെ കൊണ്ടുപോയതാണ്.
അവിടെ കൊണ്ടുപോയിട്ട് ഒറ്റ പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടുള്ളൂ ആദ്യത്തത്. അതിൽ ഞാൻ 7th ലോവസ്റ്റും 52 ലക്ഷം രൂപ ഹയസ്റ്റുമാണ്. എൻ്റെ ക്വാർട്ടർ റേറ്റ് എനിക്ക് തരികയാണ്. പിന്നെ ഞാനൊന്നും ടെൻഡർ ചെയ്തില്ല. പിന്നെ എല്ലാം വിളിച്ചദ്ദേഹം തരിക. കാരണം പല കോൺട്രാക്ടർമാരും ഇട്ടിട്ട് പോയത് താങ്കളെ കൊണ്ട് മുഴുവിപ്പിക്കുകയാണ്. എന്നെ കൊണ്ട് ജയിക്കാൻ വലിയൊരു അംഗീകാരമാണ് ശ്രീ വെള്ളാപ്പള്ളി. അതല്ല, ഞാൻ അസാധ്യമൊന്നും പറയല. ഈ ചെറിയ വർക്ക് തൊട്ട് വലിയ വർക്ക് തന്നെ അദ്ദേഹം എന്ത് ഏൽപ്പിച്ചാലും കൃത്യസമയത്തിൽ ഞാൻ തീർത്ത് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ മെട്രോയിലേക്ക് ക്ഷണിച്ചാണ് ഡൽഹിയിൽ. പക്ഷെ അതൊന്നും പോകാനത് എൻ്റെ തലയിലെടുത്ത് ഇതായിപ്പോയില്ലേ. SNDP അതല്ലെങ്കിൽ പല പല കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള സ്ഥിതി താങ്കൾക്കില്ലേ? ഇല്ല, ഇത് രണ്ടും കൂടെ പോകില്ല. ഇതാ ഒരു ചോദ്യം വരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാമുദായിക നേതാവാണ് വെള്ളാപ്പള്ളി സാറ്. അതുകൊണ്ടാണ് താങ്കളുടെ ശബ്ദം ഞാൻ സ്റ്റേജുകളിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നതും ഒരുപാട് കയ്യടി വാങ്ങിയിട്ടുമുണ്ട്. അത് ഒരുപാട് സന്തോഷമുണ്ട് സാർ. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചെറിയ ചോദ്യം, ചെത്തരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന ഗുരുദേവ വചനത്തോട് ഇല്ലെങ്കിൽ ആശയത്തോട് അങ്ങ് എത്രമാത്രം യോജിക്കുന്നു? ഇത് ചോദ്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, അല്ലാതെ സാറ് പെട്ടെന്ന് പറയരുത്. അതെ അന്യ ഇപ്പോൾ എവിടെ ഉള്ള എനിക്ക് നേരിട്ട് കാണണമല്ലോ, ഒന്നറിഞ്ഞാൽ കൊള്ളാം. കാരണം ആ പറഞ്ഞ അഭിപ്രായം പൂർണ്ണമായും ശരിയാണ്. ചെത്തരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന് പറഞ്ഞതും അതായത് മദ്യത്തെ പറ്റിയാണ്. പൂർണ്ണമായി ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷെ അതിന് നമ്മൾ നിയമം കൊണ്ടല്ല, ആശയപരമായ പ്രചരണമാണ് നടത്തിക്കൊണ്ട് ആ ഒരവസ്ഥയിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന് നിയമം കൊണ്ട് എവിടെ നിരോധിക്കപ്പെട്ടോ അവിടെ എല്ലാം തന്നെ ഇന്നും മദ്യപാനം ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പക്ഷേ മദ്യവർജനമാണ് നമുക്കിവിടെ വേണ്ടത്, മദ്യനിരോധനമല്ല. മദ്യവർജനത്തിനുള്ള പ്രചരണങ്ങളും നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കാൻ നമുക്ക് സാധിക്കണം. ഈ ചെത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുരു പറഞ്ഞ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വീടുകൾ ചെത്തി അവിടെ കൊടുത്ത് അവിടെ ഒരുപാട് അനാചാരങ്ങൾ നടന്ന ഒരു കാലത്താണ്. അത് കഴിഞ്ഞ് സർക്കാരുകൾ തന്നെ അത് നിയമമാക്കി അതിന് സുരക്ഷിതം കൊടുത്ത് ആ തൊഴിലാളികൾക്ക് ഒരു പരിരക്ഷയും കൊടുത്ത ഒരു കാലഘട്ടം വരും. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണം. മാത്രമല്ല സർക്കാർ അതെല്ലാം നിർത്തട്ടെ. പക്ഷേ നമ്മുടെ അഴീക്കോട് സാറൊക്കെ പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരു പറഞ്ഞതിന് നേരെ വിപരീതമായി പ്രവർത്തിക്കുന്ന നടേശൻ മുതലാളിയാണ് ഇപ്പോൾ SNDP അടക്കി ഭരിക്കുന്നുള്ളത്. ഏറ്റവും വലിയ വിധി വൈപരീത്യമാണ്. എന്നാൽ ഞാനൊന്നും ചോദിച്ചോട്ടെ, ഗുരുദേവൻ മാത്രമേ പറഞ്ഞിട്ടുള്ള മദ്യത്തെപ്പറ്റി? ക്രിസ്തുദേവനോ തന്നെ പറഞ്ഞിരിക്കണത്, നബിതിരുമേനി അത് തന്നെ പറഞ്ഞിരിക്കണത്, അപ്പോൾ ശ്രീബുദ്ധനും അത് തന്നെ പറഞ്ഞിരിക്കണത്. അതിന് ഗുരുവിനെ മാത്രം മുമ്പിലിട്ട് എന്നെ വേട്ടയാടാൻ നോക്കരുത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികളോട് നിങ്ങൾ പറയണം, ഇത് മുസ്ലിങ്ങളോട് ഇത് പറയണം. അവരോടൊന്നും പറയാൻ ആരും തയ്യാറാകാതെ ഗുരുവിൻ്റെ ദർശനങ്ങൾ ഈഴവും മാത്രം കേൾക്കാനല്ല പറഞ്ഞല്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഈഴവും മാത്രം കേൾക്കാനല്ല, അത് ലോകത്തുള്ള സമസ്ത ജനങ്ങൾക്കും അറിയാനും അറിയിക്കുവാനും അംഗീകരിക്കുവാനും ആണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അത് ഈഴവും മാത്രം കേൾക്കണം എന്ന് പറഞ്ഞത് ശരിയായില്ല. അതുമല്ല എങ്കിൽ ഈ ചെത്തിനെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കും? ഞാനൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ എൻ്റെ സുഹൃത്തിനോട്, ഈ ഇന്നസെൻ്റ് ആയിട്ടുള്ള നിഷ്കളങ്കനായ കുട്ടിയോട്. കത്തോലിക്ക സഭ നടത്തുന്ന അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന പോപ്പോ അല്ലെങ്കിൽ മെത്രാമാരോ കള്ളുഷാപ്പും ബാറും തുടങ്ങിയാൽ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. SNDPയുടെ ജനറൽ സെക്രട്ടറിയായ താങ്കൾ ബാറും കള്ളുഷാപ്പും നടത്തുന്നത് ആ ഒരു തത്വസമ്മതികളോടുള്ള ഒരു നീതി പുലർത്തലാണോ? അത് ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യവസായം എന്ന നിലയിൽ, ഒരു ടൂറിസം വ്യവസായം എന്ന നിലയിൽ ഹോട്ടലിനോട് ചേർത്ത് ബാർ കൊടുക്കണമെന്ന് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നിയമം നിലനിൽക്കുമ്പോൾ അത് ബാറുള്ള ഹോട്ടൽ ടൂറിസം മേഖലയിൽ ഞാൻ നടത്തുന്നുവെങ്കിൽ മറ്റുള്ള സമുദായക്കാർ നടത്തുന്നതിന് എന്താ ഉണ്ടാത്തത്? ഇവിടെ ക്രിസ്ത്യാനി നടത്തുന്നില്ലേ, മുസ്ലിം തന്നെ നടത്തുന്നുണ്ട്. സാധാരണ ശരാശരി ഒന്നും SNDPയുടെ ജനറൽ സെക്രട്ടറി അല്ലല്ലോ. കാരണം SNDPയുടെ ജനറൽ സെക്രട്ടറി ആകണമെന്നുണ്ടോ? ജനറൽ സെക്രട്ടറി ആകണമെന്നുള്ളത് കൊണ്ട് അങ്ങനെയാണെങ്കിൽ SNDPയുടെ ജനറൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ബാറും കള്ളുഷാപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഉറപ്പാണോ? ഉണ്ട്. അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് എന്തുകൊണ്ട് കള്ളുഷാപ്പ് നടത്തുന്നില്ല? ഈ അഴീക്കോട് സാറിനെ പോലുള്ള ആൾക്കാർ അഴീക്കോട് പോയി ഇവിടെ
എന്ത് ചോദിച്ചാലും SNDP വന്നാൽ ഉടനെ മദ്യം കൊണ്ട് മുമ്പിൽ വയ്ക്കും. അത് താങ്കളെ വെറുതെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ? ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേറെ എന്തെല്ലാം പറയും. അഴീക്കോട് സാറ് താങ്കളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ്, അഴീക്കോട് സാർ പറഞ്ഞെന്നാണെന്ന് വേണം നോക്കാം. വേറെ ഇത്രയുള്ള കാര്യം ഈ പറഞ്ഞ അദ്ദേഹം എന്നെ പറഞ്ഞ് ഇതുകൊണ്ട് നാക്കൊണ്ട് തന്നെ അവസാന കാലത്ത് എന്നെ കണ്ട് എന്ത് സന്തോഷം പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞ ആളാണ്. ഇത് ചിലർ അദ്ദേഹത്തെ ഉപയോഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചു, എൻ്റെ വീടിനടുത്ത് വന്ന് പ്രസംഗിച്ചതാണിത്. അഴീക്കോട് സാർ താങ്കളെക്കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. താങ്കളുടെ ജീവിതകഥ, ആത്മകഥ ഒരാളെ കൊണ്ട് എഴുതിപ്പിച്ചു. വരട്ടെ. ജനറൽ സെക്രട്ടറിയുടെ ആത്മകഥ എഴുതാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിരുന്നു. ഡോക്ടർ സുകുമാർ അഴീക്കോട് ഒരു വിമർശനം ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഒരു വ്യക്തിയുടെ ആത്മകഥ ആ വ്യക്തി തന്നെ എഴുതുമ്പോൾ മാത്രമേ അത് ആത്മകഥയാവുന്നുള്ളൂ, മറ്റൊരാൾ എഴുതുമ്പോൾ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു വിമർശനം. ആ സന്ദർഭത്തിൽ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, വേദവ്യാസൻ ആണ് മഹാഭാരതം പറഞ്ഞു കൊടുത്ത് ഗണപതിയെ കൊണ്ട് എഴുതിക്കുകയായിരുന്നു. അതുകൊണ്ട് മഹാഭാരതം എഴുതുന്ന ഗണപതിയാവുന്നില്ല. ഈ തരത്തിൽ തൻ്റെ വാദമുഖങ്ങൾ വളരെ യുക്തിപരമായിട്ട് സമർത്ഥിക്കാനുള്ള സവിശേഷമായ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. മിടുക്കനാട്ടോ ആള് അല്ലേ? ഇവ ഗണപതിയാ അക്ഷരാർത്ഥത്തിൽ. അപ്പോൾ അഴീക്കോടിൻ്റെ വാക്കിന് അർത്ഥമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങൾ എവിടെയാ തെറ്റിയത്? തെറ്റിയതാണ്. തെറ്റിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ശിവഗിരി. കാര്യമൊന്നുമില്ല, ശിവഗിരിയിൽ നടക്കുന്ന ആ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസം ശാശ്വതാനന്ദ സ്വാമി തയ്യാറാക്കി തന്ന ഒരു മെമ്മോറാണ്ടം ഞാൻ കൊടുത്തു. അതിൻ്റെ ദേഷ്യത്തിന് അടുത്ത ദിവസം നയനാരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അദ്ദേഹം. ചെരിച്ചും പറഞ്ഞു, അതുവരെ ഞാൻ എന്നെ പൊന്നെ കണ്ണെ കരളയെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവിടുന്നതല്ലേ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വെള്ളാപ്പള്ളി വേണ എന്നെ വേണമെന്നാണ് നയനാരോട് ചോദിച്ചത്. അദ്ദേഹം വളരെ രസകരമായി മറുപടി പറഞ്ഞ്, എനിക്ക് വെള്ളാപ്പള്ളിയെ മതിയെന്ന്. അപ്പം മാറി നയനാരെയും ചീത്ത പറയാൻ തുടങ്ങി, എന്നെയും ചീത്ത പറയാൻ തുടങ്ങി. അന്ന് തുടങ്ങിയതാണ്. എത്ര കാലം നീണ്ടു നിങ്ങൾ തമ്മിലുള്ള സംവാദം? ആ സംവാദം മരണം വരെ, മരണത്തിന് തൊട്ട് മുമ്പ് വരെ. അവസാനം മരിക്കുന്നതിന് മുമ്പ് താങ്കൾ ഞാൻ കണ്ടു അറിഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞ്, താങ്കളുടെ കണ്ണിൽ കൂടെ വെള്ളം വന്നു. ഇങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പല പ്രാവശ്യം വരികയും ഞങ്ങൾ തമ്മിൽ പണ്ട് തൊട്ട് പല പ്രസംഗത്തിനും വിളിച്ച് നല്ല അടുപ്പത്തിൽ ഒരേ കമ്മിറ്റിയിൽ ഇത് ശിവഗിരി ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് ഒന്നിച്ച് വളരെ സന്തോഷമായിട്ടിരുന്നതല്ലേ. പെട്ടെന്നല്ലേ തിരിച്ചതാണ് ആരോ.